എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ്: നമുക്കുണ്ടാവുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പ്രകൃതിയിലൂടെ പരിഹരിക്കാൻ പറ്റുമോ? നാച്ചുറൽ ഹീലിങ്ങിലൂടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമോ? ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നി ആ ചോദ്യം എന്ത് ചെയ്യാം, വീഡിയോ ആക്കി മാറ്റാം. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അതിന് ഉത്തരം പറയാനാണ്. മുഴുവൻ കഴിയുന്നതുവരെ വീഡിയോ കഴിയുന്നവരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. നമ്മുടെ ചോദ്യം എന്താണ്? നമുക്കുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പ്രകൃതിയിലൂടെ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം രോഗത്തിന് എന്താ കാരണം, എന്തുകൊണ്ട് രോഗമുണ്ടാവുന്നു? ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവിതശൈലി എന്ന് പറയാം. രോഗമുണ്ടാകാൻ കാരണം 90% WHO വരെ, ലോകാരോഗ്യ സംഘടന വരെ പറയുന്നത് ജീവിതശൈലിയാണെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജീവിതശൈലിയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാം, അല്ലേ? അപ്പോൾ ഞാൻ 90% രോഗത്തിന് കാരണം ജീവിതശൈലി എന്ന് പറഞ്ഞു. ഇനി ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നൊന്നും അടുത്തതിലേക്ക് പോകണം. അവിടെയാണ് നമ്മൾ തെറ്റായ ഭക്ഷണ രീതിയും അതുപോലെ വ്യായാമമില്ലായ്മയും വിശ്രമമില്ലായ്മയും ഒക്കെ, അതേപോലെ എന്താ പറയുക, അമിതമായ മാനസിക പിരിമുറുക്കങ്ങളും ഉറക്കക്കുറവും പ്രശ്നങ്ങളും, ഇതൊക്കെ എന്താണ് നമ്മൾ എന്തിലേക്ക് നയിക്കുന്നതാണ്? രോഗത്തിലേക്ക് നയിക്കുന്നത്. അതുകൂടാതെ മറ്റു വല്ലതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വളരെ വൈകി ഉറങ്ങുന്ന രീതി, പല ആൾക്കാരും ഇന്ന് 10-12 മണിക്കൊക്കെ ഉറങ്ങുകയും രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്ന ഒരു രീതി. കാരണം ഇതൊക്കെ നമ്മളെ പ്രകൃതിയുടെ താളത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് ശരിക്കും. അപ്പൊ നമ്മൾ ജീവിതശൈലിയാണ് 90% രോഗകാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതശൈലിയിലാന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് ആ ഭാഗത്ത് പറയാതെ ചോദ്യത്തിന് മാത്രമായിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാ രോഗത്തിനും പ്രകൃതിയിൽ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ രോഗത്തിനും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ പ്രകൃതിയിൽ പരിഹാരമുണ്ട്. സ്വാഭാവികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ പ്രകൃതിയിൽ പരിഹാരമുണ്ട്. അപ്പൊ സ്വാഭാവികമായ രോഗങ്ങൾ എന്താണ്? നമുക്ക് സാവധാനം നമ്മളിൽ വരുന്ന, അല്ലെ, പ്രമേഹം, പ്രഷർ, ജീവിതശൈലി കൊണ്ട് വരുന്ന എല്ലാ രോഗങ്ങൾക്കും എന്തുണ്ട്? പരിഹാരമുണ്ട്. 90% രോഗത്തിന് കാരണം ജീവിതശൈലിയാണ്. അപ്പൊ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗത്തിനൊക്കെ എവിടെ പരിഹാരമുണ്ട്? നാച്ചുറൽ സിസ്റ്റത്തിന് പരിഹാരമുണ്ട്. അതേസമയം ബാക്കി വരുന്ന 10% അപകടങ്ങളാണ്, അല്ലെ? ആ അപകടങ്ങൾക്ക് പ്രകൃതിയിൽ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാല് ചെറിയ ചെറിയ അപകടങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരാള് വീണ് എല്ല് പൊട്ടി നമ്മളെ പ്രകൃതി സഹകരണത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതേസമയം എല്ല് കുത്തി കെട്ടുന്ന മർമ്മ ചികിത്സകരുണ്ടെങ്കിൽ അവരൊക്കെ നേരെ വെച്ച് കെട്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും. അതെല്ലാം അലോപ്പതി പോയി കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യും. അതൊക്കെ അതന്നെ ചെയ്യണം. കാരണം 10% രോഗങ്ങളാണ് നമുക്ക് അപകടങ്ങളായിട്ട് വരുന്നത്. അതുപോലെ പാമ്പ് കടി, അല്ലേ, അതുപോലെ തന്നെ പട്ടി വിഷബാധ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് നാച്ചുറോപ്പതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ അങ്ങനെ ഒരു, അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ വിഷാരികളും വിഷമിറക്കുന്നവരും അങ്ങനെയുള്ളവർ പല ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നാച്ചുറൽ സിസ്റ്റത്തിന് 90% രോഗത്തിനും കാരണം ജീവിതശൈലിയാണെന്ന് WHO പറയുന്ന ആ 90% രോഗങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപകടം എന്ന് പറയാൻ ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലൊന്നും പോവില്ല, അല്ലെ? ചെറുതായിട്ടൊരു മുറിവ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു പൊള്ളല് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പോകില്ല. അതിനായിട്ടുള്ള പ്രഥമ ശുശ്രൂഷകളൊക്കെ നാച്ചുറോപ്പതിയിലുണ്ട്. പക്ഷെ വലിയ തോതിലുള്ള അപകടങ്ങൾക്കൊക്കെ നമ്മൾ മറ്റുള്ള ചികിത്സാ ശാസ്ത്രത്തെ നമ്മൾ ആശ്രയിക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ അനുസരിച്ച് ഉത്തരം പറയണം. എല്ലാ രോഗങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, 90% രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ വരുന്ന രോഗങ്ങളുണ്ട്, അതേപോലെ തന്നെ തീവ്ര രോഗങ്ങൾ, അല്ലെ,
ക്രോണിക് ഡിസീസ്, കഠിന രോഗങ്ങളൊക്കെ. സാധാരണ സ്വാഭാവികമായിട്ട് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജലദോഷം, പനി, തലവേദന, ചുമ, ഇത്തരം രോഗങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കാതെ ഇതിനെ മാറ്റാൻ ശ്രമിച്ചാൽ നമ്മളെ ബോഡി കൂടുതൽ പ്യൂരിഫിക്കേഷൻ വരിക ചെയ്യാം. കാരണം ജീവിതശൈലിയാണ് 90% രോഗത്തിന് കാരണമെങ്കിൽ ജീവിതശൈലിയിലൂടെ സംഭവിക്കുന്നത് ശരീരത്തിൽ ടോക്സിൻ അടിയാണ്, മാലിന്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഓക്കെ, ആ മാലിന്യത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ തന്നെ. നോർമലി നമുക്ക് ഉണ്ടാവുന്ന പനി, ജലദോഷം, ചുമ, അങ്ങനെയുള്ള തലവേദന പോലുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാതെ മാറ്റാൻ ശ്രമിക്കുക. കാരണം എല്ലാത്തിനും ഈ മരുന്ന് അകത്തോട്ട് കഴിച്ചിട്ട് നമ്മൾ വലിയ വലിയ രോഗത്തിനടിമയാണ്. കാരണം കെമിക്കലുകളുടെയും ഒക്കെ അളവ്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകളുടെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നതനുസരിച്ചാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയതായിട്ട് വരുന്ന ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കാതെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തണം. ഓക്കെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് പ്രയാസമോ ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ധൈര്യം ഇല്ലാത്തവർക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് വേണ്ട പോലെ വീട്ടിൽ തന്നെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ മരുന്നില്ലാതെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ലെവൽ കൂടും. ഒട്ടുമിക്ക ആൾക്കാരും പനി വന്നാൽ മരുന്ന് കഴിക്കുന്ന 90% ആൾക്കാരും മരുന്ന് കഴിക്കുന്നവരാണെന്ന്. അപ്പോൾ നിങ്ങൾ ആ മരുന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു പനി, അടുത്ത ചെറിയൊരു ശാരീരിക അസ്വസ്ഥത, ചുമ, അല്ലെങ്കിൽ തലവേദന, ജലദോഷം പോലുള്ളതിന് മരുന്ന് കഴിക്കാതെ നിങ്ങൾ മാറ്റാൻ ഒരു ശ്രമം നടത്താം. അതിനെൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ശ്രമം നടത്തി മാറ്റുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടി. എനിക്ക് പനി വന്നു, ഞാൻ റെസ്റ്റ് എടുത്തു, 2 ദിവസം റെസ്റ്റ് എടുത്തു, കൂടി പനി വിട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നല്ല ശാരീരികമായിട്ട് നല്ല സുഖം ലഭിക്കുകയാണ്. ആ പനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും, നല്ല സുഖമായിരിക്കും, ടോക്സിൻ അത്രയും ഡിസ്ചാർജ് ആവും. അതേസമയം നമ്മൾ പാരസെറ്റമോൾ പോലത്തുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ പനി മാറിയാലും ക്ഷീണം വിടില്ല, ക്ഷീണം തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ നിലനിൽക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ 90% രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നാച്ചുറൽ വേയിൽ പരിഹരിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും പ്രധാനവും ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥ കറക്റ്റാണ്. ഈ പ്രകൃതിശാസ്ത്ര ആചാര്യനായ വർമാജി പറയാറുണ്ട്, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, പക്ഷെ എല്ലാ രോഗികൾക്കും ചികിത്സയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, പക്ഷെ എല്ലാ രോഗികൾക്കും ചികിത്സയില്ല. കാരണം രോഗികളുടെ മാനസികാവസ്ഥയും ഇത്തരം കാര്യങ്ങൾ, മരുന്നൊന്നുമില്ലാത്ത ഇത്തരം കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവവും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരക്കാർക്ക്, അങ്ങനെ ഒരു മനോഭാവമുള്ളവർക്ക് 90% ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതാണ്. ഇനി മാരകമായ രോഗങ്ങൾ എടുക്കാറുണ്ടോ, പരിഹരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഹാർട്ട് ഡിസീസ്, ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞ് എത്രയോ കേസ് എടുത്തിട്ടുണ്ട്. ഹൃദ്രോഗങ്ങളെ ഒരുപാട് കേസ് ഹൃദ്രോഗങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഹൃദ്രോഗ കേസൊക്കെ തന്നെ ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാവുന്നതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്ന മറ്റു രോഗങ്ങളാണ് ശരിക്കും നമ്മുടെ ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. ആസ്മയെ നമുക്ക്, അലർജി, ആസ്മ പോലുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും ശരിക്കും. അപ്പോൾ അത്തരം രോഗികൾക്ക് നമ്മൾ ചെയ്യുന്ന ഈ കഫത്തെ പൂർണ്ണമായി ഡിസ്ചാർജ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അതിന് എന്തുകൊണ്ടാണ് അലോപ്പതി ചെയ്തിട്ട് അത് മാറാത്തത്? മരിക്കുന്നവരെ ഈ എന്താ പറയുക, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥ എല്ലാവരിലും കാണുന്നത്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ സപ്രസ് ചെയ്യും, നമ്മുടെ കഫത്തെ സപ്രസ് ചെയ്യുന്ന ഒരു രീതി അവിടെ വരുന്നത്. അതേസമയം ഞങ്ങൾ നാച്ചുറൽ എക്സ്പ്രസ് ചെയ്യാനാണ് സഹായിക്കുന്നത്, പുറന്തള്ളപ്പെടാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഡിസീസ്, ഈ ഇൻഹേലർ എടുക്കുന്ന കേസ് നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കിഡ്നി രോഗങ്ങൾ ഡയാലിസിൻ്റെ ഡയാലിസിസ് ചെയ്ത കേസും ഡയാലിസിസ് ചെയ്യാൻ നിർദ്ദേശിച്ച കേസും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്.
ഡയാലിസിസ് ചെയ്യുന്ന കേസും എടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് പതുക്കെ ശ്രമിച്ചാൽ എത്രയോ പേർക്ക് ഡയാലിസിസ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഏത് രോഗത്തെയും പരിഹരിക്കാൻ നാച്ചുറൽ സിസ്റ്റം ഫലവത്താണ്. ഏത് രോഗത്തെ 90% രോഗത്തെയും പരിഹരിക്കാൻ നാച്ചുറൽ ശീലം ഫലവത്താണ്. നമ്മുടെ ജീവിതശൈലി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിതശൈലി മാറ്റാൻ പലർക്കും ഭക്ഷണം നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിൽ നിന്ന് നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മുടെ സെൻറ്റർ. കാരണം നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഒരു 2 വീക്സ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതോടുകൂടി നമുക്ക് ഫുഡിന് നല്ല കൺട്രോളായി. ഒരു 2 വീക്സ് മെഡിറ്റേഷനും യോഗയും ഡയറ്റ് കൺട്രോളും, ഒരു വെജ് ഡയറ്റും ഡയറ്റ് കൺട്രോളും അതിൻ്റെ ഇടയിൽ കുറച്ച് ഫാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു 2 വീക്സ് റെസ്റ്റ് എടുക്കുമ്പോൾ നല്ലപോലെ ഡീടോക്സിഫിക്കേഷൻ വരികയും തുടർന്ന് നല്ലപോലെ നമുക്ക് ആരോഗ്യാവസ്ഥയെ പരിപാലിച്ചു കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഒരു വർഷം കൊണ്ടുണ്ടാവുന്ന ടോക്സിനും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു 2 വീക്സ് ഒന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് ചെയ്താൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ബോഡിയിൽ ചെയ്യാവുന്നതാണ്. പൊതുവെ നമ്മൾ ആയുർവേദ വിധിയിൽ എല്ലാ കർക്കിടകത്തിലും ആയുർവേദ മസാജും ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളത് പറയാന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മസാജ്, ഇൻറ്റേർണൽ റെസ്റ്റ്, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വർഷത്തിൽ ഒരു തവണയും നമ്മുടെ കരള്, നമ്മുടെ കിഡ്നി, നമ്മുടെ ആമാശയം, നമ്മുടെ ആന്ത്രികകൾക്കൊക്കെ വിഷമം കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരിക. അത് പ്രതിരോധം, ആരോഗ്യരക്ഷയ്ക്ക്, രോഗപ്രതിരോധത്തിനൊക്കെ വളരെ നല്ലതാണ്. കാരണം ബോഡി ഡീടോക്സിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിൻസിങ് ആയാൽ ശുദ്ധമായ ശരീരത്തിൽ പകർച്ചവ്യാധികൾ പോലും ഏൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഏതൊരു പ്രശ്നത്തിനും 90% നമ്മുടെ മാനസിക പ്രശ്നത്തിന്, മാനസിക പ്രശ്നങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. അത് നമുക്കൊരു ചോദ്യം ഉള്ളതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം അതുകൊണ്ട് ഒട്ടുമിക്ക ശാരീരിക മാനസിക പ്രശ്നങ്ങളും 90% നമുക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു നാച്ചുറൽ സിസ്റ്റത്തിലൂടെ മരുന്നില്ലാതെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് മൈ ലാസ്റ്റ് 25 years എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.